നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ATM കൗണ്ടറിൽ നിന്ന് നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ അക്കൗണ്ടിനകത്തുള്ള പൈസ വിഡ്രോ ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ട് കൃത്യമായിട്ട് തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ ഇവിടെ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷന് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജ് വന്നതായിട്ട് കാണാം. അത് നിങ്ങളുടെ ആവശ്യാനുസരണമാണ് ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇത്തരത്തിലുള്ള ജസ്റ്റ് ഒരു മെസ്സേജ് വരും. അതായത് നമുക്ക് ഈ ട്രാൻസാക്ഷൻ്റെ റെസിപ്റ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ATM പിൻ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ 4 അക്ക ATM പിൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇത്തരത്തിൽ നമുക്കിവിടെ നടത്തുന്ന ട്രാൻസാക്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട ഏരിയയിലോട്ട് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് നമ്മൾ വിഡ്രോവൽ എന്നുള്ള ഓപ്ഷനിലാണ് കൃത്യമായിട്ട് ടാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണോ എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷമാണ് നമ്മളിവിടെ വിഡ്രോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആകുന്നതാണ്. അതായത് നമുക്ക് നമ്മൾ വിഡ്രോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട് കൃത്യമായിട്ട് താഴെയുള്ള ബോക്സിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നമുക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.